ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ക്രിസ്മസ് ഒക്കെ വരാണല്ലോ. അപ്പൊ നമ്മളെല്ലാവരും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പുൽക്കൂട് ഉണ്ടാക്കും. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ വല്ല മാവിൻ്റെയോ ഒക്കെ വല്ല മരത്തിൻ്റെ ഒക്കെ കൊമ്പ് കൊണ്ടുവന്ന് അതിൽ കുറച്ച് വെള്ള പെയിന്റ് അടിക്കുകയും അല്ലെങ്കിൽ കുറച്ച് പഞ്ഞി ഒട്ടിക്കുകയോ ഒക്കെ ചെയ്ത് കുറച്ച് ഡെക്കറേറ്റീവ് സാധനങ്ങൾ തൂക്കിയിടും. അതായിരുന്നു അന്ന് ക്രിസ്മസ് ട്രീ. പക്ഷെ ഇപ്പോൾ കാലമൊക്കെ മാറി, നമ്മളെല്ലാവരും ക്രിസ്മസ് ട്രീസ് വാങ്ങിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ വീടൊക്കെ അലങ്കരിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കുറേ പൈസ കൊടുത്ത് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് വീട് അലങ്കരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനും ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളും ഉപയോഗിച്ച് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മനോഹരമായി നമ്മുടെ വീട് അലങ്കരിക്കാം എന്നുള്ള കുറച്ച് സാധനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. നമ്മൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 7-8 ഐറ്റംസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഐഡിയാസ് കിട്ടും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ഡെക്കറേറ്റീവ് പീസാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ടേബിളിൻ്റെ കോർണറിൽ വേണമെങ്കിൽ വെക്കാം. അതല്ലെങ്കിൽ ഇവിടെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വാൾ ഹാങ്ങിങ് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കേക്കിൻ്റെ അടിയിലൊരു ബേസ് ഉണ്ടാവില്ലേ, അത് ഞാൻ കഴുകി വാഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു കുറച്ച് കട്ടിയുള്ള ഒരു ഐറ്റം യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തത് ഇതിനകത്തായിട്ട് ഈ ഗ്രീൻ കളറിൽ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്രീൻ കളർ പുല്ല് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വിടുവിച്ചെടുത്തു. എന്നിട്ട് അതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇത് ഫുള്ളും അത് വെച്ച് സ്റ്റിക്ക് ചെയ്തു. ഈ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ഈ ഗ്ലൂ ഗണ്ണാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും ഇത് യൂസ്ഫുള്ളാണ്. നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ക്രിസ്മസ് ബോൾസ് നമ്മളെല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. അപ്പോൾ പഴയത് വാങ്ങിച്ചത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഇതിനൊന്നും വലിയ പൈസ ചിലവില്ലാത്ത സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ക്രിസ്മസ് ബോൾസ് ഞാനൊരു റെഡ് ആൻഡ് ഈ ഒരു സിൽവർ കളറിലുള്ള ബോൾസും കുറച്ച് ഓർണമെന്റ്സും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഹാങ്ങിങ്ങും ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഇത് നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ ഒരു കോർണറായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു DIY പ്രോജക്റ്റാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് 2 ബോട്ടിൽസ് ആണ്. ഇപ്പോൾ ബോട്ടിൽ ആർട്സ് ഭയങ്കര ട്രെൻഡാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള 2 ബോട്ടിൽസ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ബോട്ടിൽ ഇപ്പം ഞാൻ രണ്ടും ഒരേപോലത്തെ ബോട്ടിലെടുത്തത്. ഇത് ആക്ച്വലി ഇത് നമ്മുടെ ഒലിവ് ഓയിലിൻ്റെ ബോട്ടിലാണ്. നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എടുത്തത് ഒലിവ് ഓയിലിൻ്റെ ബോട്ടിലാണെന്ന് മാത്രം. ഇപ്പം ഇതിൽ ഞാൻ റെഡ് അക്രിലിക് പെയിൻ്റാണ് ഞാൻ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുത്തു. ഈ പെയിന്റ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ വൈറ്റ് കളർ ട്രാൻസ്പാരൻറ്റ് ബോട്ടിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ പെയിന്റ് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ച് പെയിന്റ് ചെയ്യാം. ഞാനിപ്പോൾ ബ്രഷ് വെച്ച് പെയിന്റ് ചെയ്യാൻ ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ നമ്മുടെ ചാക്ക് ചരട്, ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഈ ചാക്ക് ചരട് ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തു, ഗമ്മ് വെച്ച് ഒട്ടിച്ചു. പിന്നെ ഇത് 2 ക്രിസ്മസ് ബോൾസ് ആണ്, ഒരു സിൽവർ ആൻഡ് ഒരു ഗോൾഡൻ കളർ. അത് ഈ ഒരു കളറിന് മാച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് അത് ഞാൻ കൊടുത്തു. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു ലീഫും അതിൻ്റെ മുകളിലൊരു ഓറഞ്ച് കളർ ഒരു ബോളും ആയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു സാധനത്തിൽ നിന്ന് റീയൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്ത് വേണമെങ്കിലും അവിടെ ഫിക്സ് ചെയ്യാം. ഞാൻ ചെയ്തത് എൻ്റെ പഴയ ഒരു ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്റ്റെം എടുത്തിട്ടാണ് ഞാനിവിടെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ഇതാണ് ഫസ്റ്റ് ബോട്ടിൽ. അടുത്തത് ചെയ്തത് സെയിം വേ തന്നെ ഞാൻ റെഡ് കളർ അക്രിലിക് പെയിന്റ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ചാക്ക് ചരട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ചുറ്റി കൊടുത്തു. പിന്നെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇങ്ങനത്തെ ജൂട്ടിൻ്റെ എന്താ പറയുക, അതിൻ്റെ ക്ലോത്തെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. അത് ഈ ചാക്ക് ചരട് തന്നെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പം ഇത് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാക്ക് ചരട് ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് ചുറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഈ
നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഗ്രീൻ ഒരു പുല്ല് പോലെ പ്ലാസ്റ്റിക്കിന്റെ കിട്ടുന്ന സാധനം, അതിവിടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഈ പറഞ്ഞ നേരത്തെ കാണിച്ച ഞാൻ റീയൂസ് ചെയ്യുന്ന ഒരു ഫ്ലവർ വേസിന്റെ ഒരു സംഭവം പറഞ്ഞില്ലേ, അതിൽ നിന്ന് കുറച്ച് ഈ ഓറഞ്ച് കളറ് എടുത്തിട്ട് ഇവിടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ഈ ബോട്ടിൽ ചെയ്തത്. അപ്പൊ ഞാൻ ഈ 2 ബോട്ടിലും ഒരു പെയർ പോലെയാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പൊ ഒരു 2 കൂടി പോകുമ്പോൾ നല്ലൊരു ക്യൂട്ട് ലുക്ക് ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ എല്ലായിടത്തും, ഇപ്പോഴല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് ക്രിസ്മസ് റീത്ത്. അപ്പോൾ ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ ചെയ്തത് ഒരു ഹാങ്കർ വളച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് സ്ട്രക്ചർ കിട്ടും. ഇതിപ്പോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പൊ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ കാർഡ്ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്താലും മതി. ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു ചുറ്റും നമുക്ക് ഇങ്ങനത്തെ ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഒരു സംഭവം കിട്ടുമല്ലോ, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു സാധനത്തിന്റെ ഒരു ഗ്രീൻ പിന്നെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഞാൻ എടുത്തത്. എൻ്റെ സെയിം കാണിക്കാനില്ല, യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് ഞാൻ ഇതിലിങ്ങനെ ചുറ്റി കൊടുത്തു, പിന്നെ അത് സ്റ്റിക്ക് ചെയ്തു. പിന്നെ 2 ക്രിസ്മസ് ബോൾസ്, അപ്പോൾ ഈ ഒരു റൗണ്ടിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു സൈസിനനുസരിച്ച് 2 ക്രിസ്മസ് ബോൾസ് കൊടുത്തു. പിന്നെ അതുപോലെ ഇതൊരു നെറ്റാണ്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഒരു റെഡ് കളർ നെറ്റ്. അപ്പോൾ ആ ഒരു റെഡ് കളർ നെറ്റ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ബോ പോലെ ചെയ്തു കൊടുത്തു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ക്രിസ്മസ് റീത്ത് നമുക്ക് നമ്മുടെ ഡോറിലൊക്കെ തൂക്കി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫ്രെയിംസ് നമ്മുടെ വീട്ടിൽ എന്തായാലും കാണും, നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തത് അതിൻ്റെ ആ ഫോട്ടോ നമ്മൾ മാറ്റിയിട്ട് ജസ്റ്റ് അതേ ഒരു സൈസിനനുസരിച്ച് ഞാനൊരു പേപ്പർ ഫിക്സ് ചെയ്തു. അതിനകത്ത് ഇവിടെ മേരി ക്രിസ്മസ് എന്ന് ജസ്റ്റ് എഴുതി. പിന്നെ കുറച്ച് സ്റ്റാർസ് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഗ്ലിറ്റർ പേപ്പറിൽ ജസ്റ്റ് കട്ട് ചെയ്ത് സ്റ്റാർസ് എടുക്കാം. ആ സ്റ്റാർസ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ റിബൺ, നമ്മൾ ഈ ഗിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു റിബൺ വെച്ച് കെട്ടില്ലേ, അങ്ങനത്തെ ഒരു റിബണാണ്. ആ റിബൺ ഞാനിവിടെ ഒരു ബോ പോലെ കെട്ടിയിട്ട് അതുമ്മേ ഞാൻ ഒരു 3 ക്രിസ്മസ് ബോൾസ്, ഇതൊക്കെ എൻ്റെ പഴയതുണ്ടായിരുന്ന ക്രിസ്മസ് ബോൾസ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും സൂക്ഷിച്ചു വെക്കുമല്ലോ, അപ്പോൾ ആ ബോൾസ് നമ്മളിവിടെ ഒരു 3 എണ്ണമായിട്ട് ഹാങ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ഒരു നല്ലൊരു ഫോട്ടോ ഫ്രെയിം ലുക്ക് വരും. ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വാളിൽ ഹാങ് ചെയ്യാം, നമ്മുടെ വിസിറ്റിംഗ് റൂമിലോ ഡൈനിങ് ഏരിയയിലോ ഒക്കെ നമുക്കിങ്ങനെ ഒരു ക്രിസ്മസ് ഒരു ടച്ച് കൊടുക്കാനായിട്ട് നമുക്കിതിങ്ങനെ ഹാങ് ചെയ്യാം. അടുത്തതായിട്ട് ഞാനൊരു കാൻഡിൽ സ്റ്റാൻഡാണ് കാണിക്കുന്നത്. ഇതാണ് ആ കാൻഡിൽ സ്റ്റാൻഡ്. അപ്പം ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെക്കോർ ഐറ്റം ആണ് ഇത്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ അതിനൊരു നല്ലൊരു ലുക്ക് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഇതിനെ ബേസായിട്ട് നമ്മൾ കൊടുത്തത്, അപ്പോൾ ഞാൻ അതിൻ്റെ കാൻഡിൽ മാറ്റി വെച്ചു. ഇത് ബേസായിട്ട് നമ്മൾ ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു കാർഡ്ബോർഡാണ് വെച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഈ കാർഡ്ബോർഡ് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തു. അപ്പം നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിനനുസരിച്ച് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു കാൻഡിൽ ആ കാർഡ്ബോർഡിൻ്റെ മിഡിലേക്ക് ഞാനിങ്ങനെ വെച്ച് കൊടുത്തു. അത് ഒരു അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ചുള്ളിക്കമ്പ് എന്നൊക്കെ പറയില്ലേ, ഉണക്ക ചുള്ളിക്കമ്പ്, ഇങ്ങനത്തെ കമ്പുകൾ, അത് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഒടിക്കുക. ഓക്കെ, അങ്ങനെ ഒടിച്ചിട്ട് ഞാൻ ആ ഒരു റൗണ്ടിന് ചുറ്റുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ബ്രാഞ്ചസ് പോലെ ഇങ്ങനെ നിൽക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ പ്ലാസ്റ്റിക് ആ ഒരു പുല്ല് പോലത്തെ, അത് ഞാൻ അങ്ങ് ചുറ്റുമായിട്ട് സ്റ്റിക്ക് ചെയ്തു. പിന്നെ കുറച്ച് ക്രിസ്മസ് ബോൾസും പല ഷേപ്പിലും അതുപോലെ തന്നെ പല സൈസിലുള്ള കുറച്ച് ക്രിസ്മസ് ബോൾസ്, അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ അത് സ്റ്റിക്ക് ചെയ്തു. പിന്നെ കുറച്ച് സ്റ്റാർസ്, ഇങ്ങനെ വലുതും ചെറുതുമായിട്ട് കുറച്ച് സ്റ്റാർസ് പല കളറിൽ നമ്മുടെ ഗ്ലിറ്റർ പേപ്പർ ഇല്ലേ, ഇങ്ങനത്തെ ഗ്ലിറ്റർ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ ഗ്ലിറ്റർ പേപ്പറിൽ കുറച്ച് സ്റ്റാർസ് നമ്മൾ തന്നെ ഒരു ഷീറ്റിൽ ഒരു കട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു അവിടെ കൂടി. എന്നിട്ട് ഞാൻ ഈ ക്യാൻഡിൽ വെച്ചു. അപ്പോൾ നമ്മുടെ ഒരു ടേബിൾ, ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഒരു സെൻറ്റർ പീസായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിസിറ്റിംഗ് ഏരിയയിലുള്ള ടേബിളിൻ്റെ ഒക്കെ ഒരു സെൻറ്റർ പീസൊക്കെ ആയിട്ട് ഈ ഒരു ക്രിസ്മസ് കാലത്ത് നമുക്ക് വെക്കാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെക്കോറാണിത്. അപ്പോൾ ഈ ക്യാൻഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഈ പ്രാവശ്യം ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു DIY ആണ്.
ഇനി നെക്സ്റ്റ് വണ്ണും നമുക്കൊരു കാൻഡിൽ ഡെക്കറേഷൻ തന്നെയാണ്. ഇതും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഒരു റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്യുക ഈ ഷീറ്റ്. അതുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു നേരത്തെ കാണിച്ചല്ലോ, ഈ സംഭവത്തിൻ്റെ ഒരു സിൽവർ കളറാണിത്. അപ്പോൾ ആ സിൽവർ കളറ് ഞാനതിൽ ജസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തു. അതിനുശേഷം ഞാൻ കാൻഡിൽ മിഡിലിൽ വെച്ചു. നമുക്ക് റെഡ് കാൻഡിലാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. എൻ്റെ റെഡ് കാൻഡിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഗ്രീൻ കാൻഡിലാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു ഗ്ലിറ്റർ പേപ്പർ കാണിച്ചല്ലോ, അതിൻ്റെ തന്നെ ഒരു റെഡ് കളറിലുള്ള ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ഞാനൊരു ബോ പോലെ ഇവിടെ ഉണ്ടാക്കി. അതിൻ്റെ സൈസ് ആക്ച്വലി കുറച്ച് ചെറുതായി പോയി, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലുതായി ഉണ്ടാക്കുക, അത് കാണുന്നില്ല ആക്ച്വലി. അപ്പോൾ അത് കുറച്ച് വലുതാക്കി ഉണ്ടാക്കി അവിടെ വയ്ക്കുക. പിന്നെ 2 ക്രിസ്മസ് ബോൾസ്. ഇത് നിങ്ങൾക്ക് ചെറിയ ബോളോ വലിയ ബോളോ അല്ലെങ്കിൽ സ്റ്റാറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു 2 ബോൾസും കൂടെ വെച്ച് നമ്മളൊരു കാൻഡിൽ സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതും നമുക്കൊരു സെൻറ്റർ പീസൊക്കെ ആയിട്ട് വയ്ക്കാം. ഒരു നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു കാൻഡിൽ സ്റ്റാൻഡാണിത്. നമ്മൾ അടുത്തതായിട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് നിങ്ങൾ മേ ബി കുറേയൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ. ഈ ജാറ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ അച്ചാറ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജാം ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോട്ടിൽസാണ്. ഈ ബോട്ടിലിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ പശ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ ഈ വൈറ്റ് കളർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ഉപ്പോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഉപ്പാണ്. ഉപ്പും പിന്നെ അതിലൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഈ 10 രൂപയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഗ്ലിറ്റർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സിൽവർ കളർ ഗ്ലിറ്ററാണ് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പോൾ ഗോൾഡൻ കളറോ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനൊരു സിൽവർ കളറാണ് യൂസ് ചെയ്തത്. അപ്പം ആ സിൽവർ കളറും ഈ ഉപ്പോ പഞ്ചസാരയോ കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാനിത് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 3-4-5 ദിവസമായി. പക്ഷെ ഇതുവരെ അതിലൊരു എന്താ പറയുക, അത് ഒലിച്ച് ഞാൻ വിചാരിച്ചത് ഉപ്പാവുമ്പോൾ അതിങ്ങനെ വെള്ളം ആവുന്നതാണ്, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ ജസ്റ്റ് വിതറി കൊടുക്കുക. എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ ജസ്റ്റ് തട്ടി കുടഞ്ഞ് കളയാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചാക്ക് ചരട് നമ്മൾ ഇതിൻ്റെ ഈ വായ ഭാഗം ഉണ്ടല്ലോ, ഈ കുപ്പിയുടെ ആ വായവട്ടം, അവിടെ നമ്മളിങ്ങനെ ജസ്റ്റ് ചുറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ലാസ്റ്റ് ഒരു ബോ പോലെ ആക്കുക. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച എൻ്റെ ആ ഒരു പഴയ ഒരു ഫ്ലവർ വേസിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു തണ്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 2 ബോട്ടിൽസാണ് ഞാൻ ചെയ്തത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു കാൻഡിൽ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ കാൻഡിൽ കത്തിച്ച് വെച്ചാൽ നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ ഇതിലൊരു കാൻഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് കത്തിച്ചാൽ ഭംഗിയാണ്. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു കോർണറിൽ ജസ്റ്റ് ഒരു ടേബിൾ കോർണറിൽ ഓക്കെ നമുക്ക് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാലും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഇനിയിപ്പോൾ ഇതൊരു ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നത്, ആക്ച്വലി ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചല്ല കേട്ടോ. പക്ഷെ ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നല്ല രസമുണ്ട് കാണാമെന്ന്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. ആക്ച്വലി നമ്മൾ നേരത്തെ കുറച്ച് കമ്പുകൾ കാണിച്ചല്ലോ നമ്മുടെ ഈ ഒരു എന്താ പറയുക കാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ കമ്പിൻ്റെ ഒരു അവശിഷ്ടങ്ങളാണ് ഈ കമ്പുകൾ. കുറച്ച് വേരൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചില്ല് ജാറ് കണ്ടു, അപ്പോൾ ആ ജാറിലേക്ക് അത് ഇറക്കി വെച്ചു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ അതിലേക്ക് എൻ്റെ കുറച്ച് ബോൾ ബാക്കി ഉണ്ടായിരുന്നു, ക്രിസ്മസ് ബോൾസ്. അപ്പോൾ ആ ബോളൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് അവിടെയൊക്കെ ആയിട്ട് ഒന്ന് തൂക്കിയിട്ടു. അപ്പോൾ ഇതൊരു വെറുതെ ഒരു ലുക്ക്, നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു ക്രിസ്മസ് ടച്ച് കൊണ്ടുവരാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഹൈറ്റിലൊക്കെ നമ്മൾ വെക്കുവാണെങ്കിൽ ഒരു നല്ല രസമായിരിക്കും. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ, എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച എല്ലാ ഐറ്റംസും കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന് കാരണം അതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ വെറുതെ ഒരു വീഡിയോ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ലല്ലോ. അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ചില ഐഡിയാസ് കിട്ടും. ചില ഐഡിയാസൊക്കെ ഞാനും തന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം, നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റീസ് കൊണ്ടുവരാം. അതിന് നമുക്ക് നമ്മുടെ വീട് മനോഹരമായി അലങ്കരിക്കാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വന്നത് ഒരു ട്രാവൽ വ്ലോഗോ അല്ലെങ്കിൽ ഒരു റിവ്യൂ ഒന്നും ആയിട്ടല്ല. ഇത് നമുക്ക് ചെയ്യാവുന്ന ചില എന്താ പറയുക രസകരമായ ചില
അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ലോക്ക്ഡൗൺ ഇപ്പോൾ മാറി, എന്നാലും നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണല്ലോ. എപ്പോഴും നമുക്ക് എല്ലാവർക്കും പുറത്തു പോകാനോ ഓരോ സാധനങ്ങളൊന്നും വാങ്ങിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസാണ് ഇതൊക്കെ ചെയ്ത് എല്ലാവരും വീടൊക്കെ മനോഹരമായി അലങ്കരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും സോനാസ് വ്ലോഗിൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.